Today we are going to study mesh analysis. Mesh analysis ആണ് നമ്മൾ പഠിക്കാൻ പോണേ. ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. Determine the currents in the circuit shown in figure using mesh analysis. ഓക്കെ, സർക്യൂട്ട് തന്നിട്ടുണ്ട്. 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 50 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 5 ഓം 2 ഓം 10 ഓം റെസിസ്റ്റൻസ് 3 ഉണ്ട്. നമ്മൾ മെഷ് അനാലിസിസ് എപ്പോൾ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. ഇഫ് എ നെറ്റ്വർക്ക് ഹാസ് മോർ നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സസ് ദാൻ ഇറ്റ് വിൽ ബി കൺവീനിയൻറ്റ് ടു യൂസ് മെഷ് അനാലിസിസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെഷ് അനാലിസിസ് മാത്രം നോക്കുന്നുള്ളെങ്കിലും നമ്മൾ ഒരു നെറ്റ്വർക്ക് കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൽ ഏത് ടൈപ്പാണ്, ഏത് തിയറം അല്ലെങ്കിൽ ഏത് ടൈപ്പ് അനാലിസിസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ നെറ്റ്വർക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 10 വോൾട്ടും 50 വോൾട്ടും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വി ക്യാൻ അപ്ലൈ മെഷ് അനാലിസിസ്. മീൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല മെഷ് അനാലിസിസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും മെത്തേഡ് വഴി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ് മെഷ് അനാലിസിസ് വഴിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ if a circuit has more number of voltage sources we can use mesh analysis. മെഷ് അനാലിസിസ് യൂസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ടിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവണം കറണ്ട് സോഴ്സിനേക്കാളും. ഈ സർക്യൂട്ടിൽ കറണ്ട് സോഴ്സ് ഇല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എനിവേ വി ഹാവ് 2 വോൾട്ടേജ് സോഴ്സസ്, സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് മെഷ് അനാലിസിസ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദി കറണ്ട്സ്. ഇനി നമ്മളത് കൺസിഡർ ചെയ്യാം. ഈ സർക്യൂട്ടിൽ എത്ര ബ്രാഞ്ചുകളുണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ സർക്യൂട്ട് റീഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിവിടെ മെഷ് എത്ര ഉണ്ടെന്ന് നോക്കാം. വേണമെങ്കിൽ പേരിടാം. എ, ബി, സി, ഡി, ഇ, എഫ്. ഇവിടെ എ, ബി, സി, ഡി, എ അതൊരു മെഷാണ്, ഒരു ക്ലോസ്ഡ് പാത്ത്. അതാണ് മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ബി, ഇ, എഫ്, സി, ബി അത് വേറൊരു ലൂപ്പാണ് അല്ലെങ്കിൽ മെഷാണ്. അപ്പോൾ നമ്മൾക്കിവിടെ എത്ര മെഷുകളുണ്ട്? ഇൻഡിവിജ്വൽ മെഷസ് 2 ഉണ്ട്. ഇതൊരെണ്ണം ക്ലോസ്ഡ് പാത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അതിൽ കൂടി ആദ്യത്തെ മെഷിന് 1 എന്നും പേര് കൊടുക്കാം, രണ്ടാമത്തെ മെഷിന് മെഷ് 2 എന്നും പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ മെഷ് 1 നമുക്ക് ഇങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് എടുക്കാം, അസ്യൂം ചെയ്യാം. അപ്പോൾ ചോദിക്കും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കും. മെഷിനെ നമുക്ക് റൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ മെഷ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. നീഡ് നോട്ട് ബി, വി ക്യാൻ ചൂസ് ഇറ്റ് ആസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ എടുക്കാം. ക്ലോക്ക് വൈസ് തന്നെ എടുക്കണം എന്നില്ല, ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. അപ്പോൾ ചോദിക്കും തോന്നിയതുപോലെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലെന്ന്. ഒരിക്കലും ഇല്ല. നമ്മൾ ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് സോൾവ് ചെയ്യും. ലാസ്റ്റത്തെ കറണ്ട് കിട്ടുന്നത്, കറണ്ടിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ഡയറക്ഷൻ തന്നെ ആയിരിക്കും. സപ്പോസ് നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ശരിക്കുള്ള ഡയറക്ഷൻ നമ്മൾ എടുത്തതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായിക്കോളും. ഓക്കെ, നൗ ലെറ്റ് us ചൂസ് ഇറ്റ് ആസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡയറക്ഷൻ ശരിയായിരുന്നോ അല്ലയോ. സിമിലർലി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സെക്കൻഡ് ബ്രാഞ്ച് ബി, ഇ, എഫ്, സി, ബി അതും ക്ലോക്ക് വൈസ് ഞാൻ എടുക്കുകയാണ്. ഇതിനെ I1 എന്ന് മാർക്ക് ചെയ്ത് ഇത് I2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, മെഷ് 1 കൂടെയുള്ള കറണ്ട് I1, മെഷ് 2 കൂടെയുള്ളത് I2. ഓക്കെ, നൗ ലെറ്റ് us റൈറ്റ് ദി മെഷ് ഇക്വേഷൻസ് ഫോർ മെഷ് എ, ബി, സി, ഡി, എ. എ, ബി, സി, ഡി, എ ഈ മെഷ്, അതായത് ഫോർ മെഷ് 1 ബ്രാക്കറ്റിൽ വേണമെങ്കിൽ മെഷ് 1. ഫോർ മെഷ് 1 മെഷ് ഇക്വേഷൻസ് ആർ കറണ്ട് 10. ഇത് ഇനിയൊന്നുമില്ല, നമ്മൾ കിർച്ചോഫ് വോൾട്ടേജിലോ അപ്ലൈങ് KVL ഇൻ മെഷ് 1. ലെറ്റ് us റൈറ്റ് ഇറ്റ് ഡൗൺ. ഇവിടെ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, 10 ഇവിടെ ഡ്രോപ്പാണ്. സാധാ കിർച്ചോഫ് വോൾട്ടേജിലോ KVL. ഓക്കെ,
10 മൈനസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോറി, വോൾട്ടേജ് ഇക്വേഷനാണ് നമ്മൾ എഴുതണേ. മെഷ് ഇക്വേഷനിൽ എപ്പോഴും വോൾട്ടേജ് ഇക്വേഷൻ ആയിരിക്കും. 10 വോൾട്ട് ഇവിടെ എത്തി, ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ, കിർച്ചോഫ് വോൾട്ടേജിലോ എഴുതുമ്പോൾ. കറണ്ട് എത്രയാണ്, 5 ഓമിൽ കൂടിയുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് I1 ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, I1. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 5I1 × 5 ഓം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഡ്രോപ്പ് മൈനസ്. ഇനി ഇത് നോക്കുക, 2 ഓമിൽ കൂടി എത്ര കറണ്ട് ഒഴുകുന്നുണ്ട്. കറണ്ട് I1 താഴേക്ക് പോകുന്നുണ്ട്, താഴേക്ക് ഇവിടെ നിന്ന് ഒഴുകി വന്നു, ഫ്ലോയിങ് ഡൗൺവേഡ്. സിമിലർലി അനദർ കറണ്ട് I2 ദാറ്റ് ഈസ് ഫ്ലോയിങ് അപ്വേഡ്, അല്ല ഇങ്ങനെയല്ലേ ഒഴുകി പോണേ. അപ്പോൾ 2 ഓം റെസിസ്റ്റൻസിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴുകി വരണം, ഫ്ലോ ചെയ്യണം. I1 ഫ്ലോയിങ് ഡൗൺവേഡ് വേറസ് I2 ഫ്ലോയിങ് അപ്വേഡ്. ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ ഇൻ എഫക്റ്റ് കറണ്ട് റെഡ്യൂസ് ആണ് ചെയ്യണം. ഇത്രയും മനസ്സിലാക്കുക. കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സബ്ട്രാക്ട് ചെയ്യും. നൗ വി ആർ കൺസിഡറിങ് അബൌട്ട് മെഷ് 1. സോ നമ്മൾ I1 ആണ് ഗ്രേറ്റർ എന്ന് എഴുതാം. മീൻസ് നമ്മൾ കൂടുതൽ പ്രിവിലേജ് I1 കൊടുക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ I1 - I2 എന്ന് എഴുതും. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. നൗ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് മച്ച്. കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ I1 that is flowing downward, whereas I2 which is flowing upward. Both are in opposite direction. So opposite direction ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 - I2 ആയിരിക്കും. ബിക്കോസ് വി ആർ നൗ ഡീലിംഗ് വിത്ത് മെഷ് 1. സോ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് I1-നാണ്. സോ വി ഹാവ് ടു റൈറ്റ് I1 - I2 ഇൻറ്റു ദിസ് ഈസ് എഫക്റ്റീവ് കറണ്ട്. മൈനസ് ഇടാൻ കാരണം ഞാൻ പറഞ്ഞു, 2 ഓമിൽ കൂടുതൽ റെസിസ്റ്റൻസ് I1 ഡൗൺവേർഡും I2 അപ്വേർഡും ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. I1 - I2 എന്ന് എഴുതാവും. മെഷ് ഇക്വേഷൻ 1 എഴുതണമെന്നുണ്ട്. ഓക്കെ, I1-നാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. I1 - I2 എന്ന് എഴുതാവൂ. I2 - I1 എന്ന് എഴുതരുത്, കാരണം നൗ വി ആർ ഡീലിംഗ് വിത്ത് മെഷ് 1. ഓക്കെ, I ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് 2 ഓം. കറണ്ട് ഇവിടെ എത്തി, പിന്നെ ഈ ക്ലോസ്ഡ് പാത്തിൽ ഇവിടെ തന്നെ എത്തി. അപ്പോൾ ഇക്വേഷൻ തീർന്നു. ഇത് KVL ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഒന്നുകൂടി പറയാം, 10 മൈനസ് ഇവിടെയുള്ള ഡ്രോപ്പ് I1 ആണ് കറണ്ട് കൊടുത്തത്, I1 × 5. ഓക്കെ, മൈനസ് നെക്സ്റ്റ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിലേ ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ. നെക്സ്റ്റ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 2 ഓം റെസിസ്റ്റൻസിലാണ്. 2 ഓമിൽ എത്ര കറണ്ട് ഉണ്ട്, I1 ഫ്ലോയിങ് ഡൗൺവേഡ്, I2 ഫ്ലോയിങ് അപ്വേഡ്. സോ വി ഹാവ് ടു ടേക്ക് ദി എഫക്റ്റീവ് കറണ്ട്. Since we are dealing with mesh 1, more importance that is to be given for current I1. So effective current should be I1 - I2, not I2 - I1. Okay, I1 - I2 into corresponding resistance 2 ohm equal to 0. ഇനി ഒന്ന് rearrange ചെയ്യാം. Now rearrange. For that purpose, let us expand this bracket. 10 minus I1 × 5 minus 2I1 minus into minus become plus 2I2 equal to 0. Now let us take the coefficients of I1 together and that of I2 together. So 10 minus I1 ഇവിടെയുണ്ട് അല്ലേ. സോ മൈനസ് I1 മൈനസ് 2I1 എന്ന് പറയുമ്പോൾ -3I1 ആവും അല്ലേ. -3I1 plus 2I2 equal to 0. Let us again rearrange it as in the form of x plus y is equal to a constant c. Simultaneous equation എന്ന് പറയും മാത്തമാറ്റിക്സിൽ. അതുപോലെ കോൺസ്റ്റൻറ്റ് ടൈം ലാസ്റ്റ്, പിന്നെ ഓരോ വേരിയബിളും ഇങ്ങനെ ഓർഡറിൽ എഴുതാം. സോ -3 sorry, one mistake is there. -5I1 -2I1 or -7 ആണ്. 7. Okay, now let us rearrange this as -7I1 plus 2I2 equal to ഈ 10-നെ RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ -10 ആയി. Again we can make this constant term into positive sign. ഒന്നും കൂടെ നമ്മൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 7I1 minus 2I2 equal to 10.
ഓക്കെ, ഇങ്ങനെ ആക്കണമെന്നൊന്നുമില്ല, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമിലാക്കി കോൺസ്റ്റൻറ്റ് ടൈം എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നീഡ് നോട്ട് ബി, വി ക്യാൻ പ്രൊസീഡ് ഫ്രം ദിസ് ഇക്വേഷൻ, ഡോണ്ട് നീഡ് ടു റൈറ്റ് ദി ഇക്വേഷൻ ഇൻ ദിസ് ഫോം. ഓക്കെ, നമ്മളെന്ത് ചെയ്തു, ഫസ്റ്റ് മെഷ് ഇക്വേഷൻ എഴുതി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. I1ൻ്റെ കോഎഫിഷ്യൻസ് ഒരുമിച്ച് എഴുതി, I1 + I2 = കോൺസ്റ്റൻറ്റ് ടൈം എന്നുള്ള രീതിയിലാക്കി ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. നൗ വി ഹാവ് ടു കൺസിഡർ ദി മെഷ് 2. മെഷ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, BEFCB, ഈ ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ഡൗൺ ദി KVL, കിർച്ചോഫ് വോൾട്ടേജ് ഇക്വേഷൻ ഫോർ മെഷ് 2. ഇനി നമ്മൾ മെഷ് 2 കൺസിഡർ ചെയ്തിട്ട് മെഷ് 2-ലെ കിർച്ചോഫ് വോൾട്ടേജ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. I2 B നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. എഴുതാം. നൗ ഫോർ മെഷിൻ്റെ പേരെന്താണ്, BEFCB. BEFCB ഫോർ മെഷ് BEFC, അതായത് മെഷ് 2. We are writing the mesh equations. Mesh equations are, ഇങ്ങനെ എഴുതും. ഇവിടെ നിന്ന് കറണ്ട് ഒഴുകിയ ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡ്രോപ്പ് എപ്പോഴും മൈനസാണ്. നമ്മളിവിടെ മൈനസ് അല്ലേ എഴുതിയത്, മൈനസ്. അപ്പം നമുക്ക് ഡ്രോപ്പ് അക്രോസ് 10 ohm എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 10 × I2. സൈൻ കൺവെൻഷൻ എടുക്കും, -I2 × 10 ohm. കറണ്ട് ഒഴുകി ഇവിടെ എത്തി, ഇവിടെ ഡ്രോപ്പ് ഉണ്ടായി. ഇനി നമ്മൾ വോൾട്ടേജ് സോഴ്സിൽ KVL എഴുതുമ്പോൾ പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ മൈനസ് ആയിട്ടാണ് എടുക്കാറ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് പ്ലസ് ഇങ്ങനെയാണ് അല്ലേ, പോസിറ്റീവ് എന്നാണ് ഒറിജിൻ. ഇവിടെ കറണ്ട് തുടങ്ങുന്നത് നെഗറ്റീവിൽ നിന്നാണ്. മീൻസ് നമ്മൾ KVL എഴുതുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വോൾട്ടേജ് +V എന്ന് എഴുതും. ദിസ് ഈസ് പ്ലസ് പോസിറ്റീവ്. നേരെ തിരിച്ചാണെങ്കിൽ നമുക്കറിയാം ബാറ്ററി ഇത് നെഗറ്റീവാണ്, അപ്പം -V എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ കറണ്ട് I2 ഇവിടെ എത്തി, പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണ്. അപ്പോൾ അത് മൈനസ്. ഓക്കെ, മെഷ് BEFCBയിൽ നമ്മൾ മെഷ് ഇക്വേഷൻസ് എഴുതണം. അപ്പം ഇവിടെ എഴുതി -10I മൈനസ് ഈ വോൾട്ടേജ് സോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വോൾട്ടേജ് സോഴ്സ് നമ്മൾ പറഞ്ഞു ഈ രീതിയിലാണെങ്കിൽ പോസിറ്റീവ് അല്ലേ. കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ ഒഴുകി നെഗറ്റീവിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ പോസിറ്റീവ്. നമ്മളിവിടെ എങ്ങനെയാണ്, കറണ്ട് പോസിറ്റീവിൽ നിന്ന് തന്നെയാണ് തുടങ്ങണം അല്ലേ. ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ പോസിറ്റീവിലെത്തി നെഗറ്റീവിൽ നിന്ന് ലീവ് ചെയ്യണം. സോ ദിസ് ഈസ് +50 -+50. ദെൻ കറണ്ട് ഒഴുകി ഇതിലെ വന്നു 2 ohm റെസിസ്റ്റൻസിൽ കൂടി പോയാണ്. 2 ohm റെസിസ്റ്റൻസിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, 2 ohm റെസിസ്റ്റൻസിലെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, I2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്ലോയിങ് അപ്വേർഡ്. ഒരു കറണ്ടും കൂടിയുണ്ട് നമ്മുടെ പ്രീവിയസ് കേസിൽ. കറണ്ട് I1 2 ohമിൽ കൂടി ഒഴുകുന്നത് ഡൗൺവേർഡാണ്, കറണ്ട് I2 ഒഴുകുന്നത് അപ്വേർഡാണ്. As we are considering mesh 2, more priority should be given for I2 അപ്വേർഡ് ഒഴുകണു, I1 ഡൗൺവേർഡ് ഒഴുകണു. അപ്പം നമുക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് രണ്ടും. അപ്പോൾ എഫക്റ്റീവ് കറണ്ട് എടുക്കണം. I1 - I2 എടുക്കണോ, I2 - I1 എടുക്കണോ, രണ്ടും എടുക്കാമല്ലോ. നമ്മൾ മെഷ് 2 ആണ് ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്, I2 - I1. ഓക്കെ, അപ്പോൾ ഇനി ഡ്രോപ്പ് അക്രോസ് 2 ohm എഴുതാൻ പോവാണ്. -2 ohm ഇൻറ്റു എഫക്റ്റീവ് കറണ്ടാണ് അല്ലേ, I1 അപ്വേർഡ് I2 ഡൗൺവേർഡ്. അപ്പോൾ
I2 അപ്വേർഡ് I1 ഡൗൺവേർഡ്. എഫക്റ്റീവ് കറണ്ട് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയത് ഇങ്ങനെയാണ് I1 മൈനസ് I2 വരുന്നത്. കാരണം ഇത് മെഷ് 1-ലായിരുന്നു, നമ്മളിപ്പോൾ എഴുതുന്നത് മെഷ് 2-ലാണ്. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ് I2 മൈനസ് I1. ഡിഫറൻസ് മനസ്സിലാക്കുക. മെഷ് 1 എഴുതുമ്പോൾ I1 മൈനസ് I2 എഴുതണം. മെഷ് 2-ലെ മെഷ് ഇക്വേഷൻ എഴുതുമ്പോൾ I2 മൈനസ് I1 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Now we have to rearrange this equation. Minus 10I2 minus into plus becomes plus, minus, expand the bracket, 2I2 minus into minus plus 2I1 equal to 0. I1-ൻ്റെ ടൈമും I2-ൻ്റെ ടൈമുകളൊക്കെ ഒരുമിച്ച് എഴുതുക. I1-ൻ്റെ കോഎഫിഷ്യൻസ് ഒരെണ്ണേ ഉള്ളൂ, 2I1. ഇവിടെ 10I2 ഉണ്ട്, മൈനസ് 10I2 ഉണ്ട്, മൈനസ് 2I2 ഉണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ മൈനസ് 10 പ്ലസ് 2 12I2 മൈനസ് 50 ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇവിടെ 2I1 മൈനസ് 12I2 ഈക്വൽ ടു ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാം 50, വിച്ച് ഈസ് ഓഫ് ദി ഫോം എക്സ് പ്ലസ് I1 എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C. Let us mark it as equation number 1. ഇനി ചെയ്യേണ്ടത് ഇക്വേഷൻ 1-ഉം 2-ഉം നമ്മൾ സോൾവ് ചെയ്യണം. Now let us write the equations 1 and 2 together. എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ? 7I1 മൈനസ് 2I2 ഈക്വൽ ടു 10. അതായിരുന്നു ഇക്വേഷൻ 1. ഇത് രണ്ടും കൂടി നമ്മൾ ഇനി സോൾവ് ചെയ്യണം. അത് മാത്തമാറ്റിക്സിലെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ, ഇതിനെ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്നാണ് പറയാം. സാധാരണ മാത്തമാറ്റിക്കൽ രീതിയിൽ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ മോഡ് അടിച്ചിട്ട് സോൾവ് ചെയ്യാം. ഓൺ സോൾവിങ് വി ഗെറ്റ് I1 equal to 0.25 ampere and I2 is equal to minus 4.125 ampere. നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കാര്യം നോക്കാം. I1 നമുക്ക് കിട്ടിയത് 0.25 പ്ലസ് ആണ്, I2-ൻ്റെ പൊളാരിറ്റി മൈനസ് ആണ്. കറണ്ട് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളെടുത്തിരിക്കുന്ന I2-ൻ്റെ ഡയറക്ഷൻ നമ്മളെടുത്തിരിക്കുന്നതിൽ ഓപ്പോസിറ്റാണ്. മനസ്സിലായോ? I1-ൻ്റെ ഡയറക്ഷൻ നമ്മളെടുത്തിരുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ്. ഓക്കെ, ക്ലോക്ക് വൈസ് തന്നെയാണ് I1 കൺഫേം ചെയ്തു. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവാണ്, 0.25 ആംപിയർ. 0.25 ആംപിയർ ഈസ് ഫ്ലോയിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ത്രൂ മെഷ് 1. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. നമ്മുടെ അസംഷൻ ശരിയാണ്. ഇനി നമ്മൾ I2-ൻ്റെ വാല്യൂ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് ഈസ് മൈനസ് 4.125 അല്ലേ? മൈനസ് ഈസ് ദെയർ. മൈനസ് മെയിൻ ചെയ്യണത് എന്താണ്? നമ്മളെടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി കറണ്ട് I2 എങ്ങനെയാണ് ഒഴുകുന്നത്? ക്ലോക്ക് വൈസ് അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരുമായിരുന്നു. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് അതിൻ്റെ മീനിങ് നമ്മളെടുത്തിരിക്കുന്ന ഡയറക്ഷനിലേക്കല്ല കറണ്ട് ഒഴുകണേ, ഓപ്പോസിറ്റാണ്. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം I1-ൻ്റെ I2-ൻ്റെ ഡയറക്ഷൻ. ലാസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ മൈനസ് സൈൻ കിട്ടുകയാണെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന ഡയറക്ഷനിലല്ല കറണ്ട് ഒഴുകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഡയറക്ഷൻ സെയിം ശരിയാണെങ്കിൽ, റൈറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും കിട്ടുക. I1 ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. I1 ക്ലോക്ക് വൈസിൽ തന്നെ ഒഴുകണം, വേറെ I2 ഈസ് നോട്ട് ഫ്ലോയിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ബിക്കോസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് സൈൻ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവാണ്, വിച്ച് മീൻസ് ദി ആക്ച്വൽ ഡയറക്ഷൻ ഈസ് അഗെയിൻസ്റ്റ് അവർ അസംഷൻ. മീൻസ് I2 ആക്ച്വലി ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ that's all about this video. Thank you.